ബ്രൂണൈ ടൂറിസത്തിന് അധികം ആരും ചൂസ് ചെയ്യാത്തൊരു രാജ്യം. ഇപ്രാവശ്യത്തെ എന്റെ യാത്ര ബ്രൂണൈയിലോട്ടാണ്. ബ്രൂണൈയിലെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും അഡ്വഞ്ചർ ടൂറിസം എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു സീരീസാണ് ഞാൻ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. പരിചയപ്പെടാം നമുക്ക്. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെളുപ്പിന് 5:15 റോയൽ ബ്രൂണൈ എയർവേസിലാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ബ്രൂണൈയുടെ ഫ്ലാഗ് കാരിയർ ആയിട്ടുള്ള റോയൽ ബ്രൂണൈ എയർലൈൻസ് 1974 തുടങ്ങുന്നത്. പലരും ഈ ഒരു ഫ്ലൈറ്റിൽ കയറാൻ ചാൻസ് ഇല്ല, കാരണം ബ്രൂണൈയിൽ നിന്നോ അതോ ഇന്ത്യയിൽ നിന്നോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ബ്രൂണൈ എയർവേസിന് ഇല്ല എന്നുള്ളതാണ്. ബ്രൂണൈ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുക ബ്രൂണൈ സുൽത്താനെ കുറിച്ചിട്ടാണ്. ലോകത്തിലെ ആഡംബരപ്രിയരായിട്ടുള്ള രാഷ്ട്രതലവന്മാര് ആഡംബരം എന്താവണമെന്ന് കണ്ടുപഠിച്ചത് തന്നെ ഈ ഒരു ബ്രൂണൈ സുൽത്താനെ കണ്ടിട്ടാണ്. നല്ല മഴയായിരുന്നു ദുബായിൽ നിന്ന്, അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ ഡിലേ ആയി. ദുബായിൽ നിന്നും ബ്രൂണൈയിലെ ബന്ദർസേരി ഭഗവാൻ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഏകദേശം 8.25 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഫ്ലൈറ്റിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. ഇന്ത്യ, തായ്ലൻഡ്, വിയറ്റ്നാമിന്റെ മുകളിലൂടെ ഏകദേശം 6800 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ബ്രൂണൈ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യുന്നത്. റോയൽ ബ്രൂണൈന്റെ സർവീസ് അടിപൊളിയായിരുന്നു. ഇഷ്ടംപോലെ നല്ല ഫുഡുകൾ കഴിക്കാൻ കിട്ടിയിരുന്നു. പിന്നെ നല്ല ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടായിരുന്നു നമ്മുടെ യാത്ര. UAE-നേക്കാളും 4 മണിക്കൂർ ഹെഡ് ആണ് ബ്രൂണൈ. ബ്രൂണൈ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്ന വിസ എങ്ങനെയാണ്? ബ്രൂണൈ എയർവേസിന്റെ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബ്രൂണൈയിൽ വിസ കിട്ടുക, അല്ലെങ്കിൽ മുൻകൂട്ടി വിസ എടുക്കേണ്ടി വരും. ബ്രൂണൈയിലെ കാണേണ്ട കാഴ്ചകൾ ഇനി ഞാൻ നിങ്ങളെ അടുത്ത പാട്ടിൽ പരിചയപ്പെടുത്താം.